Good evening, all. This is Siad Ilikal. Welcome to Post Market Report, sponsored by Delta Exchange, leading cryptocurrency trading platform in India. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇന്നും 130 പോയിന്റിൻ്റെ ഒരു ഇടിവ്, സെൻസെക്സ് 300 പോയിന്റ് ഒരു ഇടിവ്. HDFC ബാങ്കിൻ്റെ റിസൾട്ടിന് ശേഷം ഇന്നലെ HDFC ബാങ്ക് റെഡായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 1.2% ഒരു ഫോള്. റിലയൻസും ഇന്ന് ഫോള് രേഖപ്പെടുത്തി. ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ മാത്രമല്ല, സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഇന്ന് ഭീകരമായ രീതിയിൽ ഫോളോ ആയിട്ടുണ്ട്. സിൻ്റെ എല്ലാം തന്നെ ഇവരുടെ CEO റിസൈൻ ചെയ്ത കാരണം 23% ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ റെഡ്ഡി ഇന്നലെ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡോക്ടർ റെഡ്ഡി ADRൽ ഫോളായി, സെയിം ആ ഒരു പോയിന്റ് ഇവിടെയും ഫോളോ ആയിട്ടുണ്ട്. വിപ്രോയും കൊട്ടാക് ബാങ്കും അൾട്രാടെക് സിമെൻറ്റും ഉൾപ്പെടെയുള്ള കുറച്ച് കമ്പനീസ് നിഫ്റ്റീന് ചെറുത്തുനിൽപ്പ് നടത്തി. കൂടാതെ തന്നെ FMCG സ്റ്റോക്കുകളും കുറച്ച് ബൈയിങ് ഇന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ ബഡ്ജറ്റിൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് ആളുകളുടെ ഒരു പോക്ക്. ഈ ഒരു ബഡ്ജറ്റിൽ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിന് റിക്കവർ ആകും. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷനൊക്കെ ശേഷം മാത്രമാണ് മാർക്കറ്റ് ഇനി തിരികെ വരിക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരു സങ്കടമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഒരു സിങ് ട്രേഡൊക്കെ ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ എല്ലാം തന്നെ ഹയർ പ്രൈസിലൊക്കെ വാങ്ങിയ ആളുകൾക്ക് ഇനിയും ഏറെ നാൾ കാത്തിരിക്കണം ആ ഒരു ബൈയിങ് പ്രൈസിലേക്കെങ്കിലും തിരികെ എത്താൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ മൂന്നാമത്തെ വീക്കാണ് നിഫ്റ്റി വീക്കിലെ അടിസ്ഥാനത്തിൽ നെഗറ്റീവ് റിട്ടേൺ നൽകുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് ആദ്യം ഒരു സപ്പോർട്ട് എടുത്ത് 23,120, പിന്നീട് നല്ല ഗെയിൻ രേഖപ്പെടുത്തി. ഓപ്പണിംഗ് റേഞ്ച് എല്ലാം തന്നെ ബ്രേക്കൗട്ട് രേഖപ്പെടുത്തി നിഫ്റ്റി പോയി. പിന്നീട് സെക്കൻഡ് ഹാഫിൽ കനത്ത സെൽ ഓഫ്, വലിയ ട്രേഡിംഗ് റേഞ്ച്, ഏകദേശം ഒരു 300 പോയിൻ്റ് ട്രേഡിംഗ് റേഞ്ച് നിഫ്റ്റി ഇന്ന് സൃഷ്ടിച്ചു. നിഫ്റ്റിയിൽ ഇന്ന് HUL, ബ്രിട്ടാനിയ, ഐഷർ മോട്ടേഴ്സ്, ഗ്രാസിം, ICICI ബാങ്ക്. ICICI ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. HULും ബ്രിട്ടാനിയയും. FMCGയിൽ ഒരു ബൈയിങ് കാണുന്നുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം. ഇന്ന് ഡോക്ടർ റെഡ്ഡി കണ്ട പോലെ തന്നെ 5% ഇടിവ്. ട്രെൻഡ് വീണ്ടും കനത്ത ഇടിവിലാണ്. MNMും BPCLും അദാനി എൻ്റർപ്രൈസസും ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ട്രെൻഡെല്ലാം തന്നെ എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ഇടിവിൽ തന്നെയാണ് ആ സ്റ്റോക്ക് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $3,441 ഒരു റാലി ഉണ്ടാക്കി. $1,05,149 ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ഓയിൽ 78. ട്രംപൊക്കെ ഇന്നലെ ഇടപെട്ട് ബ്രന്റ് ഓയിലെല്ലാം തന്നെ വില കുറയ്ക്കാനായിട്ട് ഒപെക് രാജ്യങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടു. കൂടാതെ തന്നെ ഗോൾഡ് $18, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റാലി. $2,773 ഇപ്പോൾ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 0.61% സ്പൈക്ക് ഉണ്ടായി, 16.79. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ്. ജപ്പാൻ മാർക്കറ്റ് റെഡ്. ഓസ്ട്രേലിയ പോസിറ്റീവ്, കൊറിയ പോസിറ്റീവ്, ചൈന പോസിറ്റീവ്. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ മിക്സ്ഡ് ആയ അവസ്ഥയിൽ, സ്ലൈറ്റ്ലി പോസിറ്റീവായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. US മാർക്കറ്റൊക്കെ ഇന്നലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ ട്രംപ് അതിലേക്കുള്ള സൂചനകൾ അദ്ദേഹം നൽകി. അതിൻ്റെ ഭാഗമായിട്ട് US മാർക്കറ്റ് ഡോയെല്ലാം തന്നെ ഇന്നലെ ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ഉണർവ് കാണുന്നില്ല. Q3 റിസൾട്ടുകളെല്ലാം തന്നെ മിക്സ്ഡ് അല്ല, കൂടുതലും നെഗറ്റീവാണ്. JSW സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 70% ഇടിഞ്ഞു. ഇൻഡിഗോ ഏവിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഈ എയർ ട്രാഫിക്കിൻ്റെ എല്ലാം തന്നെ വർധനവ് ഉണ്ടായിട്ട് പോലും ഇൻഡിഗോ 18% നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞു. HCL ടെക് നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്നിട്ടുണ്ട്. ലോറസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് അവർ 25 നിന്ന് 90 കോടി രൂപയിലേക്ക് ഉയർന്നു. ശ്രീറാം ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 3,570 കോടി രൂപ. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% ഒരു വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ICICI ബാങ്കിൻ്റെ റിസൾട്ട് ഇനി വരാനുള്ളത്, കൊട്ടാക് ബാങ്കിൻ്റെ റിസൾട്ട്, SBIയുടെ റിസൾട്ട് എല്ലാം തന്നെ ബാങ്കിങ് സെക്ടറിനെല്ലാം തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റോക്കുകളാണ്. ഇനി ഫെബ്രുവരി 1 നമ്മുടെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൻ്റെ അനുബന്ധിച്ച് അന്ന് ട്രേഡിങ് ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ബഡ്ജറ്റിൽ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്താണ് അറ്റ്ലീസ്റ്റ് നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഉള്ളത്. കാരണം എന്തെങ്കിലും ഒരു മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നല്ലൊരു ഉണർവുണ്ടാവും. ആളുകൾ ബൈ ചെയ്യാനായിട്ടൊരു അവസരം നോക്കിയിരിക്കുന്ന ഒരു സിനാരിയോ ആണ്. കാശുള്ള ആളുകൾ. ബഡ്ജറ്റിൽ എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.